ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കരിയറിൽ നമുക്ക് എങ്ങനെ നമ്പർ വൺ ആകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ ജാഫ്രിക്ക പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി. അതെല്ലാ മനുഷ്യരിലും ഉള്ള കാര്യങ്ങളാണ്, സ്ട്രെങ്തും വീക്ക്നെസ്സും എന്നുള്ളത്. പക്ഷെ ആ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ അതിൽ എങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് വേർഷനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ നിയോഗവുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നിയോഗം ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ്, പ്രപഞ്ചം നൽകിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു യാത്രയിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപക്ഷെ ഏറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അപ്പൊ അവനവൻ എന്താണോ ലക്ഷ്യം കാണുന്നത്, ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള മഹത് വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ പോലും അവരിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇവിടെ സാക്ഷാത്കരിക്കേണ്ടത്, ഇപ്പം ശ്രീ ബുദ്ധ ഭഗവാൻ ആകട്ടെ, ശ്രീ കൃഷ്ണ ഭഗവാൻ ആകട്ടെ, യേശു ക്രിസ്തു ആകട്ടെ, മുഹമ്മദ് നബി ആകട്ടെ, ആരുമാകട്ടെ, അവരിവിടെ വന്നപ്പോഴും അവർക്ക് ഏറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, ഏറെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മരണം വരെ വരിച്ചേക്കാം എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും വകവയ്ക്കാതെ അവർക്ക് എന്താണോ ഇവിടെ പൂർത്തീകരിക്കേണ്ടത്, അതിവിടെ പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് ഇവർ ഓരോരുത്തരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മുടെ പർപ്പസ് എന്താണ്, ആ പർപ്പസിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ തയ്യാറാകണം. പ്രവർത്തിക്കാൻ നിൽക്കുമ്പോൾ ധാരാളം സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ്, ആ കഴിവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്ന് നാം കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ നമ്മെ ഏവരെയും കരിയറിന്റെ ഉയർന്ന നിലയിൽ നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം കരിയർ എന്ന് പറയുമ്പോൾ ഒരു ജോബ് എന്നുള്ള രീതിയിലോ പ്രൊഫഷൻ എന്നുള്ള രീതിയിലോ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ദ എൻറ്റയർ ലൈഫ്, നമ്മുടെ ആ എൻറ്റയർ ലൈഫിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിലാദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ടൈം ആൻഡ് എനർജി. നമ്മൾ ഒട്ടും വില കൊടുക്കാത്തതും, എന്നാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറെ ദുഃഖിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സമയം. അതായത് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കുവാൻ കഴിയില്ല. നഷ്ടപ്പെട്ടുവെങ്കിൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് 24 മണിക്കൂറാണ്. അതിൽ ഒരു ദിവസത്തെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ഭാഗത്തിന് 24 മണിക്കൂർ നമ്മൾ കൊടുക്കുന്നു. ആ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിപ്പോ ഞാനാകട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളാകട്ടെ, ഇനിയിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകട്ടെ, അമേരിക്കൻ പ്രസിഡന്റോ ആകട്ടെ, എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് 24 അവേഴ്സ് ആണ്. ഈ 24 അവേഴ്സിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലാണ് കാര്യം. നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, നമുക്ക് എത്ര വയസ്സുണ്ട്, 30 വയസ്സുണ്ടാകാം, 40 വയസ്സുണ്ടാകാം, 50കളിൽ നിൽക്കുന്നവരുണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള സമയം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നതല്ല. എന്നാൽ ഇനിയും നമുക്കുള്ള സമയത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് എനർജി എന്ന് പറയുന്നത്. എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള എനർജി, നമ്മുടെ മെന്റൽ മൈൻഡ് എനർജി, ഇനിയിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയുണ്ട്. 3 തലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഒരു സോപ്പ് വെള്ളത്തിലിട്ട് പതപ്പിക്കുമ്പോൾ അത് കുറെ കഴിയുമ്പോഴേക്കും അതിന് തേയ്മാനം സംഭവിക്കും. ഒരു യന്ത്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിനും തേയ്മാനം സംഭവിക്കും. ഇതേ രീതിയിൽ തന്നെ മനുഷ്യനെ ചിത്രീകരിക്കുകയാണെങ്കിൽ മനുഷ്യനിലും ഈ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അത് മൈൻഡിന്റെ അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലാകാം, ആ ഒരു തലത്തിലാകാം, ശരീരത്തിന്റെ തലത്തിലാകാം, ഇനി സ്പിരിച്വൽ ആയിട്ടുള്ള ഭാഗത്താകാം. ആ ഒരു തേയ്മാനം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകെ പോകെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. പക്ഷേ നമ്മളിൽ ആ ഒരു എനർജിയുടേതായിട്ടുള്ള ലോസിങ്, നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന് തേയ്മാനം സംഭവിക്കുമ്പോൾ, നമുക്ക് ബലക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. മനസ്സിന്റെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മളിലേക്ക് ഒരു ട്രോമയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മളിലും ആ എനർജി നഷ്ടമുണ്ടാവുകയാണ്. അപ്പൊ അവിടെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, വാട്ട് ഈസ് അവർ വാല്യൂ സിസ്റ്റം? നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഈ ലോകത്തിൽ അവനവനോട് തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർ എപ്പോഴും നമ്മിൽ നിന്നും എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നവരാണ്. ഓരോരുത്തരെ സംബന്ധിച്ച്
എനിക്കെന്ത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും? എനിക്കെന്ത് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടും? ആ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഉപയോഗം? ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പ്രയോജനം? എന്റെ അസുഖം മാറുമോ? എന്റെ അച്ഛന്റെ അസുഖം ഭേദമാകുമോ? ഇനി ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എന്ത് പ്രയോജനം? ഇതാണ് എല്ലാവരും പരസ്പരം, അല്ലെങ്കിൽ അവനവൻ അവനവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ വാല്യൂ സിസ്റ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വാല്യൂ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ, നാം ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ റൂട്ട് കോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ റൂട്ട് കോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എക്സസൈസ് ചെയ്യാൻ മടിക്കുന്നു. പലരും എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ബോഡി നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹമുള്ളവരാണ്. ഇനി ചിലർക്ക് ജിമ്മിലൊക്കെ പോയി സിക്സ് പാക്ക് ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ അത് ഒരു ദിവസം കഴിയുന്നു, 2 ദിവസം കഴിയുമ്പോഴേക്കും ആ ആവേശം കത്തിത്തീരുന്നു. ചിലർ 2 ആഴ്ച കൊണ്ട് തീർക്കുന്നു, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അവസാനിക്കുന്നു, അല്ലെ? അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ട് ആദ്യം തെരഞ്ഞെടുക്കുന്നത് എക്സസൈസിനെ കുറിച്ചായിരിക്കും. പക്ഷേ അത് കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എന്തുകൊണ്ട് കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നർത്ഥം. എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്? ഹെൽത്ത്, അല്ലെ? ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എക്സസൈസിന് മെനക്കെടില്ല. എന്നാൽ ആരോഗ്യത്തിന് എപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അപ്പോൾ നമ്മൾ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണുമ്പോഴായിരിക്കും, നിനക്ക് ഒരു ഈ രീതിയിൽ പോവാണെങ്കിൽ ഒരു 3 മാസത്തിനപ്പുറം ജീവിക്കാൻ കഴിയില്ല കേട്ടോ. നീ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിൽ ഡയറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ഡോക്ടർ എന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മളൊരു 10 കിലോമീറ്റർ വേണമെങ്കിൽ ഒരു ദിവസം ഓടിയിട്ട് വരും. എന്തുകൊണ്ടാണ്? അവിടെ നമ്മുടെ ഹെൽത്തിൽ നമ്മൾ കോൺഷ്യസ് ആവേണ്ടി വരുന്നു, അല്ലെ? ഇപ്പോൾ ഷുഗർ കൂടുതലായിരിക്കാം, പ്രഷർ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു ഡോക്ടർ പറയുകയാണ്. ആ ഒരു സമയത്ത് അതിന്റെ റൂട്ട് കോസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. എന്റെ ഹെൽത്ത് നല്ല രീതിയിൽ എനിക്ക് നോക്കിയേ മതിയാവുകയുള്ളൂ. അവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അതിന്റെ റൂട്ട് കോസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നർത്ഥം, അല്ലെ? ഇപ്പൊ ഓരോ ആളുകളും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു അബണ്ടൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അബണ്ടൻസ് എന്ന് പറയുന്ന എല്ലാ തലത്തിലും ഉണ്ട്. അത് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, സമ്പത്തും നമുക്ക് വേണ്ടത് തന്നെയാണ്. മണിയിൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെ, പണത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു അബണ്ടൻസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ഫാമിലിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെതായിട്ടുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് ദ റൂട്ട് കോസ്, അല്ലെ? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റൂട്ട് കോസ് ആണ്. അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചുറ്റും നല്ല ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും, നല്ല കൂട്ടുകാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും, അദ്ദേഹത്തെ മുന്നോട്ടേക്ക് ഉയർത്തുന്ന, അദ്ദേഹം മുന്നോട്ടേക്ക് നയിക്കുന്ന വലിയൊരു സംഘം, ഒരു സത്സംഗം അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? റിലേഷൻഷിപ്പിന് അദ്ദേഹം വാല്യൂ കൊടുക്കും. ദാറ്റ് ഇസ് ദ റൂട്ട് കോസ്. അതുപോലെ ചിൽഡ്രൻ, ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചിൽഡ്രൻ. കുട്ടികളാണ് അവരുടെ ലോകം. എന്നാൽ ചിലർക്ക് കുട്ടികൾ എന്ന് പറയുന്നത് ബാധ്യതയായി മാറാം, അല്ലെ? ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്ന് ഞാനാണ് കുട്ടിയെ സ്കൂളിൽ ഒരുക്കി വിട്ടത്, അങ്ങനെയാണെങ്കിൽ നാളെ നീ ഒരുക്കി വിട്ടോളാം. ഓക്കെ, അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോവുകയാണ്. എന്നാൽ അതിന് ഹൈ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളാണ് നമ്മുടെ ലോകം. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ച് കുട്ടികൾ ഒരു ബാധ്യതയായി മാറും. ഞാൻ അടുത്തതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഇവിടെ ഒരു എക്സ് ഓർ വൈ, ഒരു വ്യക്തിയുടെ എക്സ് ഓർ വൈ ആരുമാകാം, ഒരു വ്യക്തിയുടെ വാല്യൂ സിസ്റ്റം ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വാല്യൂ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ദിസ് ഈസ് ഹൈ വാല്യൂ സിസ്റ്റം, അടുത്തത് മിഡ് വാല്യൂ സിസ്റ്റം, അടുത്തത് ലോ വാല്യൂ സിസ്റ്റം. ഇവിടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ കുറെ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മണി, സമ്പത്ത്, ഫാമിലി, കരിയർ, മെഡിറ്റേഷൻ, യോഗ, ചിൽഡ്രൻ, ഹെൽത്ത്, റിസർച്ചിങ്. മിഡ് വാല്യൂല് മൂവീസ്, ലിക്വർ, സോഷ്യൽ മീഡിയ, ട്രാവലിംഗ്. ലോ വാല്യൂ സിസ്റ്റത്തിൽ ന്യൂസ്, മൂവീസ്, സോഷ്യൽ മീഡിയ, ആൽക്കഹോൾ, ഗോസിപ്പ്, ഡ്രഗ്സ്, ലൈക്ക് ദാറ്റ്. എന്താണ് ഞാൻ ഇവിടെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം, രണ്ടും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ
എന്താണ് അതാണ് നമ്മുടെ ഹൈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എനർജി ചെലവഴിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ, മനസ്സിലായില്ലേ? അതിനെയാണ് ഹൈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ ഇദ്ദേഹത്തെ കാണുകയാണ്. കാരണം അദ്ദേഹം സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നു, ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മെഡിറ്റേഷൻ, യോഗ, ഹെൽത്ത് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മിഡ് വാല്യൂ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മൂവീസ്, വല്ലപ്പോഴും കാണുന്ന കാര്യങ്ങൾ, വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, വല്ലപ്പോഴും ആൽക്കഹോൾ കഴിക്കുന്ന ഒരു വ്യക്തി, വല്ലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ഒരു വ്യക്തി, വല്ലപ്പോഴും ട്രാവലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി. മിഡ് വാല്യൂ സിസ്റ്റമാണ്. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ സംതിങ് ചെയ്യുന്ന കാര്യങ്ങൾ. ലോ വാല്യൂ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂസ് കാണാറേ ഇല്ല. പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങളാണ്. മൂവീസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, സോഷ്യൽ മീഡിയക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, ആൽക്കഹോളിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഗോസിപ്പ്, ഡ്രഗ്സ്, ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ നമുക്കൊരു എൻറ്റയർലി നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈഫിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇവിടെ മിഡ് വാല്യൂ സിസ്റ്റത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ മൂവീസ് വല്ലപ്പോഴും കാണുന്നു. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഫാമിലിയിലുള്ള നമ്മുടെ മെമ്പേഴ്സ്, ഭാര്യയും കുട്ടികളും പറയുകയാണ്, ഇതിപ്പം വീക്കെൻഡ് അല്ലേ, അല്ലെങ്കിൽ മൺഡെന്റ് അല്ലേ, നമുക്കൊന്ന് ഒരു മൂവി കാണാൻ പോയാലോ? അങ്ങനെ അവരുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഇദ്ദേഹം മൂവി കാണാൻ പോകുന്നു കൂട്ടുക. പക്ഷെ ഇത് ഈ ഹൈ വാല്യൂ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറയുകയാണ്, അതെ ഒരു ബിസിനസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ഒരു യാത്ര പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ മണി എന്നുള്ളതിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മൂവി എന്നുള്ളത്, അതെ മൂവിയൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കാണാം, അല്ലെ, കുറച്ച് പൈസ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നടക്കാൻ പോകുന്നു, ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ്, അദ്ദേഹം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് എൻ്റർലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാല്യൂ സിസ്റ്റത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം ഹൈ വാല്യൂ സിസ്റ്റത്തിൽ എല്ലാ ദിവസവും പ്രാധാന്യം കൊടുക്കുന്ന ന്യൂസ് കാണുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു, മൂവീസ് കാണുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പം മൂവീസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തായിരിക്കും? അദ്ദേഹം ഒരു മൂവി റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടിരിക്കും, അല്ലെ? അതുപോലെ സോഷ്യൽ മീഡിയ 24 മണിക്കൂർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, കൂട്ടുകാർ എന്തെങ്കിലും ആൽക്കഹോള് നിർബന്ധിക്കുന്ന സമയത്ത് അതിന് പോകുന്ന വ്യക്തി, ഗോസിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി, ഡ്രഗ്സിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹം 24 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സമ്പത്ത് എന്ന് പറയുന്ന വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, ലോ വാല്യൂ സിസ്റ്റത്തിലാണ്. ഫാമിലിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, കരിയറിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, മെഡിറ്റേഷൻ, യോഗ, എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ രീതിയിലാണ് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും വാല്യൂ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു ബുക്കും പേപ്പറും എടുക്കുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഗ്രാഫ് പോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഈ കാര്യങ്ങൾ വരാം, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള പല കാര്യങ്ങളും വരാം. എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത്, ഹൈ വാല്യൂ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ, എന്തിനൊക്കെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നു ഒരു ദിവസം, എന്തിനൊക്കെ നിങ്ങൾ ആം, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു ദിവസം, ആ കാര്യങ്ങളൊക്കെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ഇവിടെ എഴുതുക. വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് മിഡ് വാല്യൂ സിസ്റ്റത്തിൽ എഴുതുക. ഒരിക്കലും നിങ്ങൾ ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ഈ ലോ വാല്യൂ സിസ്റ്റത്തിൽ എഴുതുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു ഗെയിം ആയിട്ട് എടുക്കുക. ഇതിപ്പോ ആരെയും ഷോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് മൊത്തത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് വേർഷനിലാണോ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കാത്ത പക്ഷം നമുക്ക് നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മുടെ കറന്റ് വാല്യൂ സിസ്റ്റം അറിയണം, അല്ലെ? കറന്റ് വാല്യൂ സിസ്റ്റം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യുവാൻ കഴിയും. ഓക്കെ, ഇപ്പൊ എല്ലാവരും പേനയും പേപ്പറും എടുക്കുക, ജസ്റ്റ് ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെ എഴുതുക. സലീം സാറെ ഒന്ന് വരച്ചോ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ.
സംശയം ഷാലുഭായ്, ഉണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ പിന്നെ ഈ കരിയർ ബേസ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കൂടുതൽ, ട്രാവലിംഗ് അതുപോലെ കരിയർ ബേസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പർപ്പസ്ഫുള്ളി ഉപയോഗിക്കുന്നത് ഉണ്ടല്ലോ. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടല്ലോ. അതെ അതെ പോസിറ്റീവായിട്ട് അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണല്ലോ. നമ്മൾ എന്തിനു വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, അതെ നമ്മൾ അതെ എന്തിനു അതെ വേണ്ടി ട്രാവലിംഗ് ചെയ്യുന്നു, അല്ലെ? അതൊരു നമ്മുടെ ഒരു കോമൺ സെൻസ് അനുസരിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈ വാല്യൂ സിസ്റ്റം. ശരിയല്ലേ? യാ യാ ആ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണല്ലേ, ഇത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതെ അതെ. ചില സമയത്ത് നമുക്ക് ലോ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഹൈ വാല്യൂവിലേക്ക് വരാറുണ്ട്. അതാണ് സംഭവം അല്ലേ? അല്ല, നമ്മള് ഹൈ വാല്യൂ സിസ്റ്റത്തില് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നെന്ന് കരുതുക. അപ്പൊ ആ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുന്ന, അല്ലെ ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെ നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നത് ഇപ്പോ ആരുടെയെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണാനാണ്, അല്ലെ? എനിക്കിപ്പോ ഇത്തിരി ഒരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ യൂട്യൂബ് തുറന്ന് നോക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? യെസ് യെസ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു മണിക്കൂർ നമ്മൾ നമുക്ക് ഉപയോഗപ്പെടുത്തിയതാണോ, ഉപയോഗമില്ലാതായതാണോ? ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പൊ അത് അതെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്റെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനൊരു തോന്നൽ നമുക്ക് ഉണ്ടായാൽ മതി. ഇത് വേറെ ആരെയും നമുക്ക് കാണിക്കാനല്ല, നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കുവാനും ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെ? എന്നാൽ ലിക്കറിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലെ? ഒരു അതെ തുള്ളി പോലും അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അഡിക്ഷൻ ഉണ്ടാകും. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ലോ വാല്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ തീരെ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ച് കുടിച്ചാലും ദോഷമാണ്, കൂടുതൽ കുടിച്ചാലും ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ അത് അകറ്റി നിർത്തുന്നു. അത് നമ്മുടെ ഒരു കോമൺ സെൻസിന് വിട്ടുകൊടുക്കുക. മനസ്സിലായി? ഇപ്പം ഓക്കെ ട്രാവലിംഗ് ഓക്കെ. ചെയ്യുന്നു, ഇപ്പൊ എനിക്ക് കുറെ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കണം. അപ്പൊ അതിലൂടെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാനാ, ഇപ്പൊ ഒരു ആത്മീയമായ യാത്രയാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ടൂറിന് പോകാറുണ്ട്. അതൊക്കെ യൂട്യൂബ് ചാനലിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു കരിയർ അങ്ങനെയാണ്, അവരുടെ ഒരു പാഷൻ അതാണ്. അതിനെ ഫോളോ ചെയ്യുക. അപ്പൊ അവരെ സംബന്ധിച്ച് ആ ട്രാവലിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ കരിയറാണ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെ? അവരുടെ ഒരു കരിയറായിട്ട് നമുക്ക് അതിനെ കൂട്ടാം. അപ്പൊ ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ്, ഇതിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആസ് എ പേഴ്സൺ നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിപ്പോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിൽ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. മിക്സഡ് ആയിട്ടായിരിക്കാം വരുന്നത് നമ്മളെ സംബന്ധിച്ച്. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം ഇപ്പൊ തൽക്കാലം ഒന്ന് എഴുതുക മുകളിൽ. എല്ലാം വരും അവിടെ. ഹലോ, ഒരു കാര്യം പറഞ്ഞോട്ടെ? കേൾക്കുന്നുണ്ടോ? ഹലോ. സലീമൊക്കെ പറയൂ പറഞ്ഞോ. പറയൂ സലീംക്ക, കേൾക്കുന്നുണ്ട്. ആ ഞാൻ മീറ്റിംഗിൽ ഇപ്പൊ കേട്ടിട്ടുള്ള കുറെ തുടക്കങ്ങൾ കേട്ടിട്ടില്ല, ഡ്യൂട്ടിയിലാണ്. അപ്പോ പകുതിക്ക് നേതൃത്വം എഴുതാനൊക്കെ പറഞ്ഞിരുന്നു ശാലു രാജൻ സാർ. എന്താണെന്ന് മനസ്സിലായത്. പിന്നെ എഴുതാൻ പറ്റിയൊരു സാഹചര്യം ഇവിടെ ഫ്രഷേഴ്സ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓക്കെ, ഡോണ്ട് വരി മനസ്സിലാക്കാനുള്ള സലീംക്ക, കാര്യം. ഡോണ്ട് വരി, അത് പ്രശ്നമല്ല. ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ടാണ് കുഴപ്പമില്ല, എഴുതുന്ന ഡ്യൂട്ടിയിലാണെങ്കിൽ ഡിസ്റ്റൻസ്. കുഴപ്പമില്ല, കണ്ടാൽ മതി കേട്ടോ. ഫ്രീ ഓക്കെ, ആയിട്ടുള്ളവര് കേട്ട് ചെയ്യട്ടെ. മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഓക്കെ ഷാലുഭായി, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ എഴുതിയോ? ഇപ്പം ജാഫർക്ക് എന്നോട് ജാഫർക്ക് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആ അതെ 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 അതെ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം. അതായത് എന്താണ് നമുക്ക് വേണ്ടത്? അതായത് ഇപ്പൊ നമ്മുടെ ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ചിലപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ വാല്യൂ സിസ്റ്റത്തിൽ ചിലപ്പോ ഫാമിലി ഉണ്ടാവില്ല, ഫാമിലിയുടെ സ്ഥാനം ചിലപ്പോൾ ലോ വാല്യൂ സിസ്റ്റത്തിലായിരിക്കാം. അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? റീ അറേഞ്ച് ചെയ്യുകയാണ്. വീണ്ടും ഒരു ഗ്രാഫ് കൂടി വരച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഹൈ വാല്യൂ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ഗ്രാഫ് കൂടി വരച്ചതിന് ശേഷം
ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്, അതായത് ഇതുവരെ നമ്മുടെ ഒരു വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത്. ചിലപ്പോൾ കരിയറിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ ഫാമിലി താഴെ കിടക്കുക, ഫാമിലിയെ നോക്കുന്നതേ ഇല്ല, തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചെകഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കരിയറിൽ ഫോക്കസ് ചെയ്യുന്നില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഹൈ വാല്യൂ സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, പ്രേ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ മതപരമായിട്ടുള്ള രീതിയിൽ മെഡിറ്റേഷൻസോ യോഗയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ചിലപ്പോൾ ഇതൊക്കെ താഴെയായിരിക്കാം. അപ്പൊ അതിനെ ഇനി മുകളിലോട്ട് കൊണ്ടുവരിക, നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ലോ വാല്യൂ സിസ്റ്റത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതിനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഹൈ വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് താഴേക്ക് പോകേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ താഴേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഒന്നുകൂടി ഒന്ന് വരയ്ക്കുക, ഒന്നുകൂടി ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, എന്തായാലും പിന്നീട് നമുക്ക് സമയമെടുത്തൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പം കാര്യം മനസ്സിലായല്ലോ, ഏകദേശം മനസ്സിലായില്ലേ? യെസ് യെസ് പിന്നീട് അത് അതാണ് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസവും ഞാൻ ഈ ചെയ്യേണ്ടത്, അതൊക്കെ ഇത് മുകളിലേക്ക് കുറച്ച് വരും. കൂടുതൽ ചെയ്താത്ത കുറച്ച് കാര്യങ്ങൾ സമയം താഴേക്ക് വരും. ഇരുന്ന് തന്നെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ആലോചിച്ച് ഇപ്പൊ ഒരു ഐഡിയ മനസ്സിലായല്ലോ, എന്തൊക്കെയാണ് മുകളിലേക്ക് വരേണ്ടത്, എന്തൊക്കെയാണ് ഇനി താഴേക്ക് തള്ളിയിടേണ്ടത്, മനസ്സിലായല്ലോ? യെസ് ഓക്കെ, അത് സമയമെടുത്ത് ചെയ്യാം നമുക്ക്. ഓക്കെ, ദെൻ ബെറ്റർ ടൈം ആൻഡ് എനർജി മാനേജ്മെന്റ്. നമുക്ക് എങ്ങനെ നമ്മുടെ സമയത്തെ ബെറ്റർ ആക്കാം, നമ്മുടെ എനർജിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഈ ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എപ്പോഴും അങ്ങ് ബിസി ആയിരിക്കും, അല്ലെ? എപ്പോഴും വിയർപ്പ് തുള്ളികൾ തുടച്ചായിരിക്കും അവർ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെ? എപ്പോഴും ഇങ്ങനെ ബിസി ലൈഫിലായിരിക്കും അവർ പോകുന്നത്. പക്ഷെ ജീവിതത്തിൽ അവർക്ക് ഒന്നും ആകാൻ കഴിയുന്നില്ല. കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങേയറ്റം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ജീവിതത്തിലൊന്നും ആകുന്നില്ല. അതിനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ വെറുതെ നമ്മളവിടെ വേസ്റ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ എനർജിയെ നമ്മളവിടെ വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. നമ്മുടെ കഴിവിനൊത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമുക്ക് ചെലവഴിക്കുവാൻ കഴിയണം. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു കഴിവനുസരിച്ച് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരു രീതി അനുസരിച്ച് 6 രീതിയിലാണ് നമ്മുടെ കഴിവിനെ വേർതിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 6 ലെവലിലാണ് നമ്മുടെ കഴിവ് നിലനിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ആ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിലോട്ട് എടുത്തു വയ്ക്കും. എന്നാൽ ചിലപ്പോൾ പുവറായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം. ഇനി അതുപോലെ തന്നെ ഗുഡ് ആയിട്ടുള്ള, ഗ്രേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കഴിവിലുണ്ട്. അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോ നമുക്ക് എത്ര ചെയ്താലും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഓരോരുത്തരുടെയും കരിയറിൽ നിങ്ങളിപ്പോ പലപ്പോ ചിലപ്പോ ഒരു ടെക്നീഷ്യൻ ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആകാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ആകാം, മൈൻഡ് ട്രെയിനർ ആകാം, എന്തുമാകാം. ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോ നമ്മളെ കൊണ്ട് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ് ഈ, എന്താ പറയുക, മുറ്റത്തെ പുല്ല് ചെത്തുക, അല്ലെങ്കിൽ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെയുള്ള ഇപ്പം കിച്ചൺ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല.
അപ്പം ടെറിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ വെറുതെ വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പ് നടത്തുകയാണെന്ന് കരുതുക. അതിൽ നമുക്ക് ഏറ്റവും ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം. മാർക്കറ്റിംഗ് നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്തുകൂടെ? ഒരാൾക്ക് സാലറി കൊടുത്ത് അയാളെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അയാൾ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നമുക്ക് തരും, അല്ലേ? ഇപ്പൊ എന്ത് പ്രോഡക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോകും എന്നുള്ളത് അയാൾക്കറിയാം. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ വെക്കുക. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ABCD അറിയത്തില്ല. പക്ഷെ നമ്മൾ അതിനുവേണ്ടി സമയം മെനക്കെടുത്തി പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമുക്ക് ഈ പ്രസന്റേഷൻ സ്കില്ല് നല്ല രീതിയിൽ കഴിയും, ഒരാളുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഒരു ഷോപ്പിലെ ഒരു ഓണറിനെ സംബന്ധിച്ച് റിലേഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ആളുകളെ അവിടേക്ക് കൊണ്ടുവരുവാനായിട്ട്, അല്ലെങ്കിൽ ആളുകളെ സംസാരിച്ച് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, പ്രസന്റേഷൻ സ്കിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് സ്കിൽ ഇതുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഏരിയ. ഇപ്പൊ ചിലരെയൊക്കെ സംബന്ധിച്ച് ഇപ്പം ഓഫീസിലെ സിഇഒ അദ്ദേഹത്തെ തന്നെ അവിടുത്തെ സിഇഒയോ അദ്ദേഹം തന്നെ, അവിടുത്തെ ക്ലീനറും അദ്ദേഹം തന്നെയായിരിക്കും, അല്ലേ? എല്ലാ കാര്യങ്ങളും എല്ലാത്തിന്റെ പുറകെ ഇദ്ദേഹമായിരിക്കും ഓടുന്നത്. ഇപ്പൊ അതിനിടയ്ക്ക് മാർക്കറ്റിൽ പോകണമെന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാം കൂടി നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലാതെയും ആ കാര്യം നടക്കുമെങ്കിൽ, മറ്റൊരാളിലൂടെ അത് നടക്കുമെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല, അല്ലേ? മറ്റൊരാളെ കൊണ്ട് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാലും അയാൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഇരിക്കുകയാണ്, നമ്മൾ തന്നെ മുനിസിപ്പാലിറ്റി പോകേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പഞ്ചായത്തിൽ പോകേണ്ടി വരിക, എല്ലായിടത്തും പോയി ക്യൂ നിൽക്കേണ്ടി വരിക. ഇതിനുവേണ്ടി നമ്മുടെ സമയം ഇവിടെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെടുത്തുന്നു, അല്ലേ? അപ്പൊ ഈ ടെറിബിൾ ആയിട്ടുള്ള, പുവറായിട്ടുള്ള, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് ഇപ്പൊ AI ഒരു ടൈമാണ്. ഇപ്പം ഇച്ചിരി പ്രായമായ ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനിയെ നിങ്ങൾ ബ്രാൻഡ് ആക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗുഡായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലേൺ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അത് ജനങ്ങളുടെ മുൻപിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മുൻപിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ, അത് ഞാനിപ്പോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, വീഡിയോ മേക്ക് ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, ഇതൊക്കെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാൻ ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഇത് ചെയ്യുവാനുള്ള സമയം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടു ഡു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ടു ഡു ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ, ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെ ഓരോ ദിവസവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് മേക്ക് ചെയ്യാനായിട്ട് പറയും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ മനസ്സിൽ കുറിച്ചിടുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നാളെ രാവിലെ ഒരു 6 മണിക്ക് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രയും സമയം മെനക്കെടുത്തിയിട്ടാണെങ്കിലും, എത്രയും നേരത്തെ എഴുന്നേൽക്കണമെങ്കിലാണെങ്കിലും, എത്രയും യാത്ര ചെയ്യണമെങ്കിലാണെങ്കിലും നമ്മൾ അതിന് തയ്യാറെടുത്തിരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനെ കുറിച്ചാണെങ്കിൽ ഈ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മാർക്കറ്റിൽ പോകുന്ന കാര്യവും, മീൻ വാങ്ങിക്കുന്ന കാര്യവും, വീട് ക്ലീൻ ചെയ്യുന്ന കാര്യവും, അല്ലെ? ഇങ്ങനെ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോയി ക്യൂ നിൽക്കുന്ന കാര്യവും ആണെങ്കിലും ഇതിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ഗുഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള, ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോഴേക്കും വൈകുന്നേരമായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എനർജി മുഴുവൻ പോകും, നമ്മുടെ മെന്റൽ എനർജി മുഴുവൻ ലോസ് ആയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കാനായിട്ടായിരിക്കും തോന്നുന്നത്. നമുക്കന്നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് എനിക്കിത് പഠിക്കാൻ പറ്റുമോ? എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു.
ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും ഒരു യാത്രയ്ക്കോ ആവശ്യമാണെങ്കിൽ പോയേ പറ്റൂ. പക്ഷെ മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവർ പോയി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ എനർജി എനിക്ക് സേവ് ചെയ്യാൻ കഴിയും. എനിക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പഠിക്കുവാൻ കഴിയും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി സ്ലൈഡ്സ് ക്രമീകരിക്കണമെങ്കിൽ സ്ലൈഡ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആ സ്ലൈഡ്സ് എനിക്ക് ഉണ്ടാക്കുവാൻ കഴിയും. നിങ്ങളുടെ മുൻപിൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ കഴിയും. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ആകെ വാടി തളർന്ന് അയ്യോ ക്ലാസ് എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടെറിബിൾ ആയിട്ടുള്ള, പുവർ ആയിട്ടുള്ള, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെ എനിക്ക് നഷ്ടപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് ക്രമീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ കഴിയണം. നമ്മുടെ ടു ഡു ലിസ്റ്റിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുവാൻ കഴിയണം. ആദ്യം ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എന്റെ കരിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരിയറിലുള്ള കാര്യത്തിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ബ്രില്യന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എനിക്ക് പഠിക്കുവാൻ കഴിയുക, അത് നല്ല രീതിയിൽ ഒരു 1.5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണെങ്കിൽ അതിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് വീഡിയോ മേക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഗ്രൂപ്പുകളിൽ പോയി വോയിസ് ഇടും. എന്നെ സംബന്ധിച്ച് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ മെനഞ്ഞാന്ന് തന്നെ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ചിരി പോലും വന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാനൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ അവിടെ ആരോ നമ്മുടെ അലിയൊക്കെയാണെന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് പാടാനേ അറിയൂ, അതുകൊണ്ട് ഞാൻ പാടുന്നു. ഓക്കെ, വെരി ഗുഡ്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ വേറൊരാൾ പറയുന്നു, ഇപ്പൊ സലീമൊക്കെ ആണെന്ന് തോന്നുന്നു, എനിക്ക് പാടാൻ അറിയില്ല, എനിക്ക് കഥ പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ കഥ പറയുന്നു. മനോഹരമായിട്ട് അദ്ദേഹം കഥ പറയുന്നതും സ- മനോഹരമായിട്ട് സലീംക്ക സലീമൊക്കെ പാടുന്നതും, അല്ലേ, സലീംക്ക നമ്മൾ പാടുക, കണ്ടു. പിന്നെ അക്കീംക്ക കഥ പറയാം. സലീമൊക്കെ പാടുക, അലിക്ക കഥ പറയുക. ഇപ്പൊ രണ്ടും എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഇവർ എത്രയോ ഗ്രേറ്റ് ആണ് ഈ കാര്യത്തിൽ. അത് നിസ്സാരപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ഡെയിലി കണ്ടുപോകുന്ന കാര്യങ്ങൾ, അല്ലെ? എനിക്ക് അങ്ങനെ കഥയായിട്ട് പറയാൻ എനിക്ക് കഴിയാറില്ല. പക്ഷെ എനിക്കൊരു കോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കോട്ട് ഉപയോഗിച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കുവാൻ കഴിയും. ഞാൻ സലീമിക്ക് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ പാടുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം അതാണ്, അല്ലെ? അപ്പൊ അതിൽ കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പർപ്പസ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ അത്യാവശ്യം എനിക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട്, കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ കഴിയണം. അതാണ് നമ്മുടെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് ചെയ്തു, അത് ചെയ്തു, എല്ലാം ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്, അവസാനം നോക്കുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ പോയി ടിക്കറ്റോ, മീൻ വാങ്ങിച്ചോ ടിക്കറ്റോ, കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു അതും ടിക്കറ്റോ. പക്ഷെ നമുക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും അവസാനമായി പോകുന്നു. ഇതിങ്ങനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് നാളെ ശരിയാവും, മറ്റന്നാളെ ശരിയാവും, അടുത്ത മാസം ശരിയാവും ഇങ്ങനെയുള്ള ഒരു യാത്രയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് കൂടുതൽ സമ്മർദ്ദങ്ങളാണ് തരുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ ഡെലിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. ഇവിടെ കുറെ ഉദാഹരണം ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ ആഴ്ച ഡോക്ടേഴ്സിന് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പൊ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഷോപ്പ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ റെസ്റ്റോറന്റ് നടത്തുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് അവിടെ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യം, നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാനുള്ള കഴിവ്, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ്, നല്ല രീതിയിൽ റിലേഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവ്, അതുണ്ടെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലൂടെയും നിങ്ങളെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് തീരെ ഇല്ല എന്ന് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അത് മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുക. അവർ നിങ്ങളെ നല്ലൊരു ബ്രാൻഡാക്കും. അവർ നിങ്ങളുടെ പ്രോഡക്റ്റിനെ നല്ലൊരു ബ്രാൻഡാക്കും. ശരിയല്ലേ? ഒരു ടെക്നീഷ്യനാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ പോലും ആ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മോട്ടോർ ടെക്നീഷ്യൻ ആണ്. അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുക, അല്ലെ? ബിസിനസ്സുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് എന്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിവ് പ്രകടിപ്പിക്കുന്നത്, മോട്ടോറിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടെങ്കിൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമ്പനി നല്ലൊരു സാലറി ഹൈക്ക് ഉണ്ടാവില്ലേ, ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കിട്ടില്ലേ? ഇനി അതല്ല, അദ്ദേഹം ആ നോളജ് വർദ്ധിപ്പിച്ചെടുത്തു, സ്കിൽ ഡെവലപ്പ് ചെയ്തു, അദ്ദേഹം വേറൊരു കമ്പനിയിൽ പോയി ഇന്റർവ്യൂ ചെയ്യാനുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ? അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള സാലറി അദ്ദേഹത്തിന് കിട്ടില്ലേ?
നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓട്ടോമേഷൻ ആണ്. അതായത് ഇന്ന് ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ മീറ്റിംഗ് എല്ലാവർക്കും ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ച് ഇനി ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഇനി എല്ലാവരും വന്നോ വന്നില്ലയോ ആകെ ടെൻഷൻ കയറി അല്ലേ, ഇനി എത്ര പേര് വരുന്നു വരുന്നില്ല. നമുക്കൊന്നൊരു മീറ്റിംഗ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ എൻ്റെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഇപ്പോൾ എ സി ഒക്കെ ഇട്ട് എൻ്റെ ഒരു പ്രൈവറ്റ് പ്ലേസിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു മീറ്റിംഗ് എടുക്കുവാൻ കഴിയും, എനിക്കൊരു ക്ലാസ് എടുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ കോഴ്സ് നയിക്കുവാൻ കഴിയും. ഓട്ടോമേഷൻ, ടെക്നോളജിയുടെ സാന്നിധ്യം എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമോ നമ്മുടെ ജോലി ഏറ്റവും കൂടുതൽ എളുപ്പകരമാക്കുന്ന രീതിയിൽ ഓട്ടോമേറ്റഡ് ആകുക. മനസ്സിലായില്ലേ? അതിപ്പോ എന്ത് പ്രൊഫഷനിലാണ്, ഏത് പ്രൊഫഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഏറ്റവും മികച്ച സാധ്യതകളെ നമ്മൾ കണ്ടെത്തുക. അല്ലാതെ ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ ചെന്നേ ഞാൻ മീറ്റിംഗ് എടുക്കൂ എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് മീറ്റിംഗ് എടുക്കുവാൻ കഴിയും. ഇനി ഇതൊരു പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ ആക്കിയും എനിക്ക് ചെയ്യാൻ കഴിയും. അതിലൂടെ എനിക്ക് പൈസ ഉണ്ടാക്കുവാൻ കഴിയും. അപ്പോൾ ടെക്നോളജിയുടെ സഹായം തേടേണ്ടടുത്ത് ടെക്നോളജിയുടെ സഹായം തേടുക. ഇത് ഡോക്ടേഴ്സിന് ഒരു ക്ലാസ് എടുത്തപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്, അതാണ് ഇവിടെ അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് വിട്ടുനിന്നേ മതിയാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ എത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിട്ടു നിൽക്കേണ്ട കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഡിബേറ്റ്സുകൾ നടക്കുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ ശ്രമിക്കുക. ഇതൊന്നും നമുക്കൊന്നും തരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് ചൂട് പിടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഡിബേറ്റ്സുകൾ, മീറ്റിങ്ങുകൾ ഒരാഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ അതിന്? നമ്മുടെ മനസ്സ് നശിപ്പിച്ചു, നമ്മുടെ ശരീരം വെറുതെ അതിലേക്ക് കൊണ്ടുപോയി നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചു. കഴിഞ്ഞ വർഷം കത്തി നിന്ന ഏതെങ്കിലും വിഷയങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യം ഏറ്റവും കൂടുതൽ കത്തി നിന്നത് ബോച്ചയും ഒരു നടിയുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു, എന്തൊക്കെ പുകിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആ വാർത്തയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ആ ഡിബേറ്റ്സുകൾ ഇരുന്ന് പരതി നോക്കാറുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? അതൊക്കെ എങ്ങോട്ടോ പോയി, ശൂന്യതയിലേക്ക് പോയി. ഇന്ന് പുതിയ കാരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളോ നമ്മുടെ കൂടെയുള്ളവരോ ഇപ്പൊ അതിന്റെ പിറകിലാണ്, ഇന്നത്തെ ചൂടുള്ള ചർച്ചയുടെ പിറകിലാണ്. അതും അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ചൂടാറും, ശൂന്യതയിലേക്ക് പോകും. അപ്പൊ ആവശ്യമില്ലാത്ത ഡിബേറ്റ്സിലേക്കും മീറ്റിംഗ്സിലേക്കും പോയി നമ്മുടെ വില കളയാതെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ എനർജി കളയാതെ നമുക്ക് വേണ്ട കാര്യത്തിൽ, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് വേർഷൻ ഉണ്ടാക്കുവാൻ കഴിയണം. അതുപോലെ തന്നെയാണ് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ചിലപ്പോൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ, ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോകുന്നവരുണ്ടാകും. പാടില്ല. നമുക്ക് അതും കിട്ടില്ല ഇതും കിട്ടില്ല. ഫുഡ് കഴിച്ചുകൊണ്ട് ഫേസ്ബുക്ക് നോക്കുന്നവരുണ്ടാകും. രണ്ട് കാര്യങ്ങൾ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഫോക്കസ് എവിടെയാണ്? നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ബ്രെയിനിന്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഒരു സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂ. ഫുഡ് കഴിക്കുന്നത് നമ്മൾ മറന്നു പോകുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക, എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ 25 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 100% ലിറ്ററസി ഉണ്ടാക്കുവാൻ കഴിയും. ഒന്നുകൂടി കേൾക്കുക, ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തോന്നുന്ന ഏത് ഏരിയ ആണോ അവിടെ നിങ്ങൾ 25 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 100% ലിറ്ററസി ഉണ്ടാക്കുവാൻ കഴിയും. ഇനി ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ 100 മണിക്കൂർ 100 അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലുവൻറ്റഡ് ആവും. 100% നമ്മൾ അവിടെ ഫ്ലുവൻറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 25 മണിക്കൂർ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 100% ലിറ്ററസി അദ്ദേഹത്തിനായി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. 100 മണിക്കൂർ അദ്ദേഹം ആ വിഷയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് പഠിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ ഫ്ലുവൻറ്റഡ് ആവുന്നു, അല്ലെ? ഇനി 10,000 മണിക്കൂർ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രിയാണോ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള, ഏറ്റവും മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയും. ദാറ്റ് ഈസ് ഫോക്കസ്. നമുക്ക് എവിടെയാണ് ബ്രില്യൻ്റ് ആയിട്ട് തോന്നുന്നത്, നമ്മുടെ കഴിവിൽ എവിടെയാണ് നമുക്കൊരു ബ്രില്യൻസി കീപ്പ് ചെയ്യാൻ കഴിയുന്നത്,
അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ 10,000 മണിക്കൂർ ആയി തീരാൻ ഒരു ദിവസം നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരേ വിഷയത്തിന് വേണ്ടിയിട്ട്, അതിനിടയ്ക്ക് പിന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ നോക്കി, മൊബൈലിൽ ആരും എന്റെ മെസ്സേജിന് എന്താ പറയുക റിപ്ലൈ തന്നു, അല്ലെ എന്റെ പ്രൊഫൈൽ പിക്ചറിന് കമന്റ് ഇട്ടു, ഇത് നോക്കാൻ പോകരുത്. ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ നമുക്ക് 1.5 മണിക്കൂറെങ്കിലും ഒരു ദിവസം, 90 മിനിറ്റ് ഒരു ദിവസം നമുക്ക് വേണ്ട കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ 10,000 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ അതിൽ ഒരു മാസ്റ്റർ ആയിത്തീരും, അല്ലെങ്കിൽ ജീനിയസ് ആയിത്തീരും എന്നുള്ളതാണ്. 1.5 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ എത്ര ആവും ജാഫ്രിക്ക? 10,000 മണിക്കൂറാകാൻ? മ്യൂട്ടാണ് കേട്ടോ. ജാഫ്രിക്ക ചിത്രത്തിലുള്ളത് കൊണ്ട് ജാഫ്രിക്ക എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ 10,000 ഞാൻ കണക്കിൽ അത്ര വലിയ എക്സലന്റ് അല്ല. 10,000 മണിക്കൂർ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ 2 hours വെച്ചിട്ട് 5,000 അതിന് 5,000 hours ഏകദേശം 20 വർഷം എടുക്കുന്നുണ്ട്. ഇരു വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. 20 വർഷം ഇരു എടുക്കണം ഒരു ദിവസം നമ്മൾ ഇരു 1.5 മണിക്കൂർ ചെലവാക്കി കഴിഞ്ഞാൽ. 1.5 മണിക്കൂർ, വെറും 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ അതെ ഓക്കെ. ആ 1.5 മണിക്കൂർ വെച്ചാണെങ്കിൽ ഏകദേശം 20 വർഷം എടുക്കും നമ്മൾ അതിൽ ജീനിയസ് ആയി മാറണമെങ്കിൽ. അപ്പോൾ അത് 3 മണിക്കൂർ അതിന്റെ ഒരു ദിവസം ഡബിൾ ആക്കിയാൽ 10 ആ, വർഷം അല്ലേ? ഓക്കെ 10 വർഷം. 3 മണിക്കൂർ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മൾ അതിൽ ജീനിയസ് ആവും. അപ്പോൾ 6 മണിക്കൂർ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം 5 വർഷം കൊണ്ട് ജീനിയസ് ആവും, അല്ലേ? 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ആ വിഷയത്തിൽ ജീനിയസ് ആയി മാറും. പിന്നെ അത് നമ്മളൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്ഷനോട് കൂടി എനിക്ക് വേണം 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 എന്നുള്ള താല്പര്യത്തോടെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറയും. 5,000 മണിക്കൂർ കൊണ്ട് നമുക്ക് ജീനിയസ് ആകാൻ കഴിയും. 1,000 മണിക്കൂർ കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ജീനിയസ് ആവാൻ കഴിയും. നമ്മൾ ഇന്ന് ജീനിയസ് എന്ന് കാണുന്ന ആളുകളെല്ലാം തന്നെ അങ്ങനെ കയറി വന്നവരാണ്, അല്ലേ? ആരെയൊക്കെ നമ്മൾ ഏതൊക്കെ മേഖലയിൽ ജീനിയസ് എന്ന് പറയുന്നു. ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ച് അദ്ദേഹം, ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി, അവരൊക്കെ 10,000 തികച്ചവർ തന്നെയല്ലേ? ഓരോ ദിവസവും എത്ര മണിക്കൂറാണ് അവർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ ആസ് എ ടെക്നീഷ്യൻ, തീർച്ചയായിട്ടും അല്ലെ, ആ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ആ ടെക്നീഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പുലിയായിരിക്കും, അല്ലേ? ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ഒരു ദിവസം 8 മണിക്കൂർ 10 മണിക്കൂർ നല്ല രീതിയിൽ ചുമ്മാതെ അവിടെ കഥ പറഞ്ഞിരിക്കുന്ന ആളല്ല, നല്ല രീതിയിൽ അധ്വാനിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ കണ്ടു നോക്കും. അവൻ വന്ന് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കണ്ട് പരിഹരിച്ച് നല്ല കാശും വാങ്ങിച്ചു വീട്ടിൽ പോകും, അല്ലേ? ഇനിയിപ്പോ നമ്മുടെ തീർച്ചയായിട്ടും വീട്ടിലെ വസ്തുവിൽ ഈ എന്താ പറയാ ഉഴുതുമറിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ തന്നെ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാളുടെ ജോലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അങ്ങ് ഉയരങ്ങളിൽ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചോ എഡിസണെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻപിലുള്ള ആളുകളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? നിലം ഉഴുതുമറിക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ ആ എക്സ്പീരിയൻസ്, അയാളുടെ സ്കിൽ നമുക്ക് അയാളുടെ ആ ജോലിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ടെക്നീഷ്യന്റെ തീർച്ചയായിട്ടും എന്താ പറയാ ഒരു ഡിവൈൻ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരു ഡിവൈൻ ടച്ച്. അപ്പൊ ഞാൻ അത്രയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ എന്റെ വായിൽ നിന്ന് വരുന്നത് മഹത്വചനങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ? വലിയ ജീനിയസ് സംസാരിക്കുന്ന പോലൊക്കെ ആയിരിക്കും. വെറുതെ നമ്മൾ സംസാരിക്കുന്നത് പോലും ഒരു ജീനിയസിനെ പോലെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടത്. നമുക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേർഷനിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്, സമയം ഒരുപാടായി. നമ്മളിന്ന് പഠിച്ചത് വാല്യൂ സിസ്റ്റം. എന്താണ് നമ്മുടെ വാല്യൂ സിസ്റ്റം? നമ്മൾ കറന്റ് വാല്യൂ സിസ്റ്റം നമ്മൾ വരച്ചു വെച്ചു. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ താഴേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, ലോ വാല്യൂ സിസ്റ്റത്തിലേക്ക്. ലോ വാല്യൂ സിസ്റ്റത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുകളിലേക്ക് ഹൈ വാല്യൂ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പൊ നാളെ മുതൽ ദാറ്റ് ഇസ് അവർ വേർഷൻ, പുതിയ വേർഷൻ, അല്ലെ, ന്യൂ വേർഷൻ. അതാണ്. അതിനനുസരിച്ച് നമ്മുടെ സമയത്തെ നമ്മൾ ക്രോഡീകരിക്കുക, നമ്മുടെ എനർജിയെ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടെർബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക. പൂർ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങളാകട്ടെ, അതൊക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടടുത്ത് എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേർഷനിലേക്ക് എത്തുവാൻ കഴിയും. അതിനേവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്.